ഹായ്, ഞങ്ങൾ മൈസൂരിലാണ്. അപ്പോൾ ഞങ്ങളുടെ മൈസൂരിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ. അപ്പോൾ ഞങ്ങൾ മൈസൂർ മൊത്തത്തിൽ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ എവിടെയാണ് പോകുന്നത്? ഞങ്ങൾ മൈസൂർ സൂ കാണാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബുഫേ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇഡ്ഡലി, ദോശ, ഉത്തപ്പം പോലത്തെ എന്തൊരു സാധനം, പിന്നെ മുട്ട പുഴുങ്ങിയതും, അങ്ങനെ പല പല വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ടായിരുന്നു. ലൈവായിട്ട് മസാല ദോശ, ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. കാര്യം നമ്മൾ ലാസ്റ്റ് നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ട് നമ്മളൊരു ഊബർ ഓട്ടോ ബുക്ക് ചെയ്തു. ഞങ്ങളിപ്പോൾ ഊബർ ഓട്ടോയിൽ മൈസൂർ സൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂ ഓൾറെഡി ഓപ്പൺ ചെയ്ത് 8:30 ഓപ്പൺ ചെയ്തതാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സൂവിലേക്ക് ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ ഏകദേശം ഒരു 10 hours ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. അതുപോലെ ഊബർ ബുക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് നമ്മൾ എന്തായാലും ഒരു ഓട്ടോയാണ് ബുക്ക് ചെയ്തത്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു മൈസൂരിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പറയാതിരിക്കാൻ വയ്യ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് മൈസൂർ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതാ നമ്മളങ്ങനെ മൈസൂർ സൂ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, 100 രൂപ എന്തോ ആയിരുന്നെന്നാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ അകത്ത് ട്രൈപോഡ് എന്ന് പറയുന്നൊരു സംഭവം അവർ കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഫോണിൽ ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂവിൻ്റെ എൻട്രൻസിൽ തന്നെ കുറേ ബേർഡ്സാണ് ആദ്യം നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോഴത്തേനും ഒരു മയിൽ ഇങ്ങനെ പീലി വിടർത്തി വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഇടയ്ക്ക് വന്നപ്പോഴത്തേനും ആളങ്ങ് സ്റ്റക്കായിപ്പോയി. ഫുള്ളായിട്ട് നമുക്ക് പീലി വിടർത്തിയത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ ഇവിടെ ഫുൾ വൈറ്റ് കളറിലൊരു മയിൽ പീലി വിടർത്തി നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ഫോണിൽ ക്യാപ്ചർ ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ഇതാ ആദ്യം തന്നെ ബേർഡ്സിൻ്റെ സെക്ഷനാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ആനിമൽസും റെപ്റ്റൈൽസും, അതായത് പാമ്പ്, മുതല, അങ്ങനത്തെ സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ കാണായിരുന്നു കേട്ടോ ആനിമൽസിനെയൊക്കെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആനിമൽസിനെ, ഫോറസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ അതാ നോക്കി ഒരു കുരങ്ങൻ അങ്ങ് ഓടിപ്പോകുന്നു. അപ്പോൾ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ള എല്ലാ ആനിമൽസിനെയും, ബേർഡ്സിനെയും, റെപ്റ്റൈൽസിനെയൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ്.
ട്രൈപോഡും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആനിമൽസ് ഉണ്ട്. അവർക്ക് കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ മൈസൂർ പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ 50 rupees ഓട്ടോയിലാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് മൈസൂർ പാലസിനാണ് വേണ്ടിയിട്ട് പോകുന്നത്.